ഇന്നും നമ്മുടെ ഒരു ലോകത്ത് രാജഭരണം നിലനിൽക്കുന്ന ദുബായിലെ രാജാവിന്റെ ജീവിത കഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് ദുബായിലെ രാജാവിന്റെ ആരെയും ഒരുപോലെ അതിശയിപ്പിക്കുന്ന ആഡംബര ജീവിത കഥയാണ്. വീഡിയോ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ സമയം കളയാതെ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കടക്കാം. നിലവിലെ യുടെ രാജാവും പ്രധാനമന്ത്രിയും ഒക്കെയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നത്. അതായത് നമ്മൾ ഈ പറയാൻ പോകുന്ന ദുബായിയുടെ ഇന്നത്തെ രാജാവ് എന്നത് 2006 തന്റെ സഹോദരനായ മക്തൂം ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മരണശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ഷെയ്ഖ് റാഷിദ് അൽ മക്തൂം രാജാവായിക്കൊണ്ട് ദുബായിയുടെ ഭരണാധികാരിയായിക്കൊണ്ട് കിരീടം അണിയുന്നത്. ഇദ്ദേഹം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വളരെയേറെ ആഡംബരത്തോടു കൂടിയാണ്. രാജാവിന്റെ ജീവിതകഥയിൽ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ആസ്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബിസിനസ് ഇൻസൈഡർ പോലുള്ള ചില കണക്കുകൾ പ്രകാരം അത് 14 ബില്യൺ US$, അഥവാ ആ ഒരു പണം നേരെ നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ 1,10,000 കോടി രൂപക്ക് മുകളിലാണ് ദുബായ് രാജാവിന്റെ ആസ്തി എന്നത്. ഇനി ഈ പറഞ്ഞ കണക്കുകളൊന്നും കൂടാതെ തന്നെ ഇദ്ദേഹത്തിന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് റിയൽ എസ്റ്റേറ്റ് പോലുള്ള ധാരാളം സ്വത്ത് വകകൾ ഇദ്ദേഹത്തിനുണ്ട്. അതായത് കൃത്യമായി രേഖപ്പെടുത്താത്ത പല ബിനാമി ഇടപാടുകളിലൂടെയും ഒക്കെയായിട്ട് ഏറെക്കുറെ ഇദ്ദേഹത്തിന്റെ മൊത്തം ഒരു ആസ്തി എന്ന് പറയുന്നത് 18 ബില്യൺ US$, അഥവാ ആ ഒരു പണം കൂടെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ 1,40,000 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ ദുബായിയുടെ യുടെ രാജാവിന്റെ ആസ്തി എന്ന് പറയുന്നത്. സമ്പത്തിന്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ അതിൽ ആദ്യം തന്നെ എല്ലാവരും നോക്കുന്ന ഒന്നാണ് കാറുകൾ എന്നത്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് വരുന്നതും രാജാവിന്റെ കാറുകൾ തന്നെയാണ്. ലോകത്തിലുള്ള വളരെയേറെ വില പിടിപ്പുള്ള ധാരാളം കാറുകൾ ഇന്ന് ഇദ്ദേഹത്തിനുണ്ട്. ഇതിൽ തന്നെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ വളരെയേറെ വില കൂടിയ ബുഗാട്ടിയുടെ പല കാറുകളുണ്ട്. അതുപോലെ തന്നെ സ്വർണം പൂശിയ റോൾസ് റോയ്സിന്റെ പല കാറുകളുണ്ട്. എന്നിങ്ങനെ വ്യത്യസ്തമായ ലക്ഷറി കാറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇന്ന് രാജാവായ ഷെയ്ഖ് റാഷിദിനുണ്ട്. എന്നിരുന്നാലും ഇത്രയേറെ കാറുകൾ ഉണ്ടെങ്കിലും ഇദ്ദേഹം അധികവും യാത്ര ചെയ്യാനായിട്ട് സഞ്ചരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മെഴ്സിഡസ് ബെൻസിന്റെ ജി വാഗൺ എന്ന വാഹനത്തിലാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇത്തരം വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുമായി ബന്ധപ്പെട്ടതാണ്. ദുബായ് രാജാവിന്റെ വാഹനങ്ങളുടെ എല്ലാ കാറുകളുടെയും നമ്പർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ 1 ഇദ്ദേഹത്തിനല്ലാതെ ഈ ഒരു നമ്പർ ദുബായിൽ മറ്റാർക്കും ലഭിക്കുന്നതല്ല. ഇത്തരം ഒരു നമ്പറിന്റെ വില, ഫാൻസി നമ്പറിന്റെ വില എന്നത് 80 മുതൽ 90 കോടി രൂപയോളമാണ്. അതായത് നമ്മളൊന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദുബായ് രാജാവിന്റെ കാറുകളേക്കാൾ വിലയാണ് അദ്ദേഹത്തിന്റെ കാറുകളുടെ നമ്പർ പ്ലേറ്റിനുള്ള വില എന്നത്. അടുത്തതായിട്ട് വരുന്നത് ഇദ്ദേഹം താമസിക്കുന്ന ഇദ്ദേഹത്തിന്റെ കൊട്ടാരമാണ്. ഇത്രയേറെ പണക്കാരനായ രാജാവ് താമസിക്കുന്നത് അത്ര ചെറിയ വീട്ടിലൊന്നുമല്ല. അധികവും ഇദ്ദേഹവും തന്റെ കുടുംബവും താമസിക്കുന്നത് സബീൽ പാലസിൽ തന്നെയാണ്. രാജാവിന്റെ കുടുംബം ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 6 ഭാര്യമാർ ഇദ്ദേഹത്തിനുണ്ട്. അതുകൂടാതെ ഈ 6 ഭാര്യമാരിൽ നിന്നും ഇദ്ദേഹത്തിന് 26 കുട്ടികളുമുണ്ട്. എന്നിരുന്നാലും ഇവരെല്ലാവരും നമ്മൾ ഈ പറഞ്ഞ സബീൽ പാലസിൽ തന്നെയാണോ താമസിക്കുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതങ്ങനെയല്ല. ഇദ്ദേഹത്തിന് രാജാവിന് ഈ ഒരു കൊട്ടാരം കൂടാതെ തന്നെ ദുബായ്ക്ക് പുറത്ത് പല രാജ്യങ്ങളിലുമായിട്ട് ഇത്തരത്തിൽ തന്നെ വളരെയേറെ ആഡംബരമേറിയിട്ടുള്ള ധാരാളം കൊട്ടാരങ്ങളുണ്ട്. ഇനി അത് ദുബായ്ക്ക് അകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാം ജുമൈറയിൽ ഇദ്ദേഹത്തിന് ദ്വീപിനോട് ചേർന്നിട്ട് വളരെയേറെ ആഡംബരത്തോടു കൂടി നിർമ്മിച്ചെടുത്ത ധാരാളം വീടുകൾ, കൊട്ടാരങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ഇഷ്ട വിനോദമാണ്. നമുക്കതിനെ ഒരു ഹോബി എന്നൊക്കെ വിളിക്കാവുന്നതാണ്. ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഇദ്ദേഹത്തിന് കുതിരകളോട്, കുതിര പന്തയത്തോട് വളരെയേറെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് ഇദ്ദേഹം 2019 തന്റെ കുതിരകളെ താമസിപ്പിക്കാനായിട്ടും അതുപോലെ അവർക്കുള്ള പരിശീലനമെല്ലാം നൽകാനായിട്ടുള്ള ഒരു സ്ഥലം അദ്ദേഹം വാങ്ങിച്ചെടുക്കുന്നത്. ആ ഒരു സ്ഥലത്തിന്റെ വില എന്നത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ 400 കോടി രൂപക്ക് മുകളിലാണ് തന്റെ കുതിരകളെ ഇത്തരത്തിൽ താമസിപ്പിക്കാനായിട്ടെല്ലാം അദ്ദേഹം വാങ്ങിച്ചെടുത്ത ആ ഒരു സ്ഥലത്തിന്റെ വില എന്നത്. ഇത്രയേറെ പണം ചിലവഴിച്ചുകൊണ്ടാണ് രാജാവ് തന്റെ ഹോബികളെല്ലാം നിറവേറ്റുന്നത്. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കുതിരകളിൽ ലോകത്ത് വെച്ച് വളരെയേറെ റയറായിട്ട് മാത്രം കാണപ്പെടുന്ന പല കുതിരകളെയും നമുക്ക്
നമുക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കുതിര ശേഖരത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് യാച്ച് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പല പാലസുകൾക്കും മുമ്പിലായിട്ട്, പല കൊട്ടാരങ്ങൾക്കും മുമ്പിലായിട്ട് വലിയ വലിയ ഉയരങ്ങളുള്ള 2-3 യാച്ചുകൾ കാണാവുന്നതാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം, ഈ പറഞ്ഞ യാച്ചുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ബുർജുൽ അറബ് എന്ന പേരിൽ വളരെയേറെ ആഡംബരങ്ങൾ നിറഞ്ഞ ഒരു 7-8 നിലകളോട് കൂടിയ 160 മീറ്റർ ഉയരവുമുള്ള ഒരു പ്രൈവറ്റ് യാച്ച് ഈ ഒരു രാജാവിനുണ്ട്. ഇന്ന് ഈ ഒരു യാച്ച് എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ വലിയ യാച്ച് കൂടിയാണ്. ഇനി ഈ പറഞ്ഞ യാച്ചിന്റെ വില ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ അത് $500 മില്യൺ അഥവാ 50,000 കോടി രൂപക്ക് മുകളിലാണ് ഈ ഒരു യാച്ചിന്റെ വില എന്നത്. അത്രയേറെ വില കൂടിയ ഒരു യാച്ചാണ് ഇന്ന് ദുബായ് രാജാവ് ഇങ്ങനെ വെറും കടലിലൂടെ ഫ്ലോട്ടിംഗ് ചെയ്യാനായിട്ട്, യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇദ്ദേഹത്തിന് ആകാശത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് അത്യാഡംബരങ്ങൾ നിറഞ്ഞ 1-2 പ്രൈവറ്റ് ജെറ്റുകളുണ്ട്. അതും കൂടാതെ ബോയിങ് 747 എന്ന ഒരു വിമാനവും, ഇനി അതും കൂടാതെ തന്നെ ഇദ്ദേഹത്തിന് വളരെയേറെ ലക്ഷറി ആയിട്ടുള്ള 4 ഹെലികോപ്റ്ററുകളും ഇന്ന് ഇദ്ദേഹത്തിനുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് രാജാവിന് യാത്രകൾക്ക് വേണ്ടി വന്നിട്ടുള്ള കുറച്ച് ചിലവുകളാണ്. അതെ, നമ്മൾ ഈ പറഞ്ഞ രാജാവും ഭാര്യയായിട്ടുള്ള ഹയ്യയും ഒരുമിച്ച് യാത്രകൾ പല നാടുകളിലും ഇത്തരത്തിൽ തന്നെ അവധിക്കാലങ്ങളിൽ ട്രാവൽ ചെയ്യാനായിട്ട്, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ ഇവർ ഇറ്റലിയിൽ ഒരു അവധിക്കാലം വേനൽക്കാലത്ത് യാത്ര ചെയ്യാനായിട്ട് രാജാവ് ചിലവഴിച്ചത് $8,50,000 അഥവാ 7,26,00,000 രൂപയായിരുന്നു അദ്ദേഹം ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി മാത്രം ചിലവഴിച്ചത്. ഇനി അതുകൂടാതെ മറ്റൊരു അവധിക്കാലത്ത് ഗ്രീസിലെ യാത്രയ്ക്ക് വേണ്ടി ഇദ്ദേഹം ചിലവഴിച്ചത് $3,11,000 അഥവാ 2,64,00,000 രൂപയാണ് രാജാവ് ഇങ്ങനെ ഓരോ അവധിക്കാലത്തും യാത്രകൾ ചെയ്യാനായിട്ട് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു രാജാവിന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ധാരാളം കൊട്ടാരങ്ങളുണ്ട്. അതിൽപ്പെട്ട 1-2 വിലയൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇംഗ്ലണ്ടിലുള്ള ബെൽഗ്രേവ് എന്ന പ്രദേശത്തുള്ള ഒരു വീട്, കൊട്ടാരം ഇദ്ദേഹം വാങ്ങിയത് $22 മില്യൺ അതായത് അതിന്റെ വിലയൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 187 കോടി രൂപക്ക് മുകളിലാണ് ഇദ്ദേഹം വാങ്ങിച്ചെടുത്ത ഈ ഒരു പാലസിന്റെ വില എന്നത്. ഇതുപോലുള്ള മറ്റൊന്നാണ് ഇംഗ്ലണ്ടിലെ തന്നെ വുഡ് ഹേയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു കൊട്ടാരം ഇദ്ദേഹം വാങ്ങിച്ചെടുക്കുന്നത് $16 മില്യൺ അഥവാ 136 കോടി രൂപക്കാണ്. എന്നിങ്ങനെ അടങ്ങുന്ന വലുതും ചെറുതുമായിട്ട് ധാരാളം കൊട്ടാരങ്ങൾ ഇന്ന് ഇദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ഇദ്ദേഹത്തിന്റെ പ്രായം എന്നത് 74 വയസ്സാണ്. ഇന്ന് നമ്മൾ കാണുന്ന ദുബായിയെ, UAE ഈ ഒരു നിലയിലേക്ക് എത്തിച്ചതിനു പിന്നിൽ ഇദ്ദേഹത്തിന്റെ കഴിവ് വളരെ വളരെ വലുതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ ദുബായിലെ രാജാവിന്റെ ജീവിത കഥയെക്കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.